Watch full episodes on Jio Hotstar. ജയസിംഗ് താൻ എവിടെയാ ഉള്ളത്? കോർട്ടിന്റെ ഹിയറിംഗ് തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അറിയാമല്ലോ, നിങ്ങളുടെ വിറ്റ്നസ് ഇല്ലാതെ കേജ് മജീഷ്യനെ ശിക്ഷിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. കാരണം അവൻ ചെയ്ത കുറ്റത്തിന് നീ മാത്രമാണ് ഒരു ഐ വിറ്റ്നസ്. സർ മെജസ്റ്റിക്കോ, ഇപ്പൊ ഞാൻ ഗോൾഡൻ മൗണ്ടൻ ക്രോസ് ചെയ്ത് വരികയാണ്. താങ്ക് യു ജയ്സിംഗ്. തന്റെ ലൊക്കേഷൻ പറഞ്ഞത് വളരെ നന്നായി. ഇനി കോർട്ടിലേക്ക് സാക്ഷി പറയാൻ നിനക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. പുറകിലേക്ക് നോക്ക്. കേജ് മജീഷ്യനെ കോർട്ടിൽ പ്രസന്റ് ചെയ്യൂ. സർ മെജസ്റ്റിക്കോ, കോടതി തുടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ക്രോസ് വിസ്താരണ തുടങ്ങാമോ? ജയ്സിംഗ് ചൗഹാൻ ഇനിയും വന്നിട്ടില്ല. അദ്ദേഹം ഈ കേസിലെ ഒരു ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ആണ്. സർ മെജസ്റ്റിക്കോ, നിങ്ങൾ അനുവദിച്ചാൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാജിക്കൽ കോർട്ടിന്റെ രൂപം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കോടതിയുടെ ഇന്റർലൊക്കേഷൻ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെ, അതെനിക്കറിയാം. പക്ഷേ ഇനിയും ഒരു മിനിറ്റ് സമയമുണ്ട്. നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞത് മുത്തശ്ശ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മുത്തശ്ശ എന്നോട് ചെല്ലി പറഞ്ഞു നിങ്ങൾ മജീഷ്യൻ കോർട്ടിലേക്ക് പോവാണെന്ന്. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. രുദ്ര, ഇബൈസ്കാ സക്കും പുഷ്ടു ഗോ. സർ മെജസ്റ്റിക്കോ, ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു വിറ്റ്നസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് കേജ് മജീഷ്യനെ നമുക്കങ്ങ് വിട്ടേക്കാം. കേജ് മജീഷ്യനെതിരായിട്ട് ഇതുവരെ ഒരു എവിഡൻസും ഐ വിറ്റ്നസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കോർട്ട് അദ്ദേഹത്തിന് ഈ കേസിൽ നിന്നും എവിഡൻസ് ഉണ്ട്. സർ മെജസ്റ്റിക്കോ, ഐ വിറ്റ്നസ് ഉണ്ട്. സർ മെജസ്റ്റിക്കോ, ഈ കേസിലെ ഒരൊറ്റ ഐ വിറ്റ്നസ് ഞാനാണ്. കേജ് മജീഷ്യൻ ഒരു സാധാരണ മനുഷ്യന് മാജിക് വെച്ച് അവന്റെ ഭൂമി കൈക്കലാക്കി. ശരിക്കും പറഞ്ഞ് അപഹരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ഭൂമി അവൻ അവന്റെ മകന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ സ്ഥലത്ത് മനോഹരമായ പൂക്കൾ പൂക്കുമായിരുന്നു. അത് അവന്റെ മകന് വളരെ ഇഷ്ടവുമായിരുന്നു. സാർ മജസ്റ്റിക്കോ, എന്നെ വെറുതെ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്സിംഗിനെ എങ്ങനെ എന്റെ മോനെ കോർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അയാൾ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് സമാധാനിക്കേ. അവൻ നിന്റെ മകനല്ല, ജയ്സിംഗിന്റെ പേരക്കുട്ടി രുദ്രയാണ്. ഞങ്ങൾക്ക് പലർക്കും ഈ കുട്ടിയെ നല്ലവണ്ണം അറിയാം. സാർ മജസ്റ്റിക്കോ, എന്നെ ഇവര് പറ്റിക്കുകയാണ്. ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ജയ്സിംഗ് എന്റെ മോന്റെ രൂപം മാറ്റി അവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.
ഒന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ രുദ്രയുടെ കഥ ഞാൻ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കി കളയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. കേജ് മജീഷ്യൻ, രുദ്രയെ വിട്ടേക്കോ. കോട്ട് മജീഷ്യൻ പോലീസിന് ഓർഡർ കൊടുക്കുകയാണ്. കേജ് മജീഷ്യനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കണ്ടില്ലേ, ബോള് 6 ആണ്. ഓ, അത് പുറത്തേക്ക് പോകുന്ന തോന്നുന്നത്. വേഗം അത് പിടിക്ക. താങ്ക് യു. ഇതൊക്കെ എനിക്ക് നിസ്സാര കാര്യമാണ്. ഒരു 6 കൂടി. ആ ബോൾ ഞാൻ എടുത്തോണ്ട് വരാം. അന്തർ മന്തർ കാലികളന്തർ ചൂ. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ദയവേത് മാജിക് ഒന്നും ചെയ്യല്ലേ. സോറി, എനിക്ക് തോന്നുന്നത് ബോൾ പോയ ഡയറക്ഷൻ ശരിയല്ലെന്നാ. എന്താ രുദ്ര, എന്തു പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുട്ടികളെ, നിങ്ങളെല്ലാവരും ദേ ഈ സ്ഥലത്ത് കളിക്കണ്ട. കേജ് മജീഷ്യൻ ഏത് സമയത്തും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കലശത്തിന്റെ അകത്ത് ചെന്ന് കളിക്കേ. മുത്തശ്ശൻ, നമ്മൾ അവനെ പേടിച്ചിവിടെ പതുങ്ങിയിരിക്കുന്നതിനേക്കാളും കേജ് മജീഷ്യന്റെ മകനെ നമുക്ക് കണ്ടുപിടിക്കാം. അവനെ കാണാൻ കേജ് മജീഷ്യൻ തീർച്ചയായിട്ടും വരും. അപ്പൊ അവനെ പേടിക്കാലോ. വളരെ നല്ല ഐഡിയ ആണ് രുദ്ര. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. മക്കാവ് ടിമോഥേസിനെ വിളിക്കേ. രുദ്രയെ പിടിച്ചിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. കേജ് മജീഷ്യൻ, രുദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇതെന്താ സാധനം? ഏതാണ്ടൊരു വിരുന്നുകാരൻ പാലസിനകത്ത് എത്തിയെന്നാ തോന്നുന്നേ. മുത്തശ്ശ, നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ശരി, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ.
Hibiscus Sakum. Some Creator. ഇങ്ങനെ വട്ടം കറങ്ങി ഓടുന്ന സമയത്ത് എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില ഒന്ന് കഴിക്കാന്നെങ്കിലും തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാനിപ്പോ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ മൈര. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഷേക്ക് ചെയ്തോണ്ടിരിക്കെ. നല്ല അടിപൊളി അരിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില എനിക്ക് ചിക്കൻ തന്തൂരി വേണം. ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ. ഏ ഡ്രാഗൺ ദേ ഇവിടെ. ഡ്രാഗൺ എവിടെ പോയി? എന്താ ആലോചിക്കുന്നേ? ഇനിയും ചിക്കൻ വേണോ? എന്താ തരട്ടെ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ വേണ്ടത്? ഞാൻ അത് ശരി, ഞാനോ? ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ തരില്ല. വേഗം ഓടി രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അല്ല, അവനെ ഫ്രൈ ചെയ്യാൻ നോക്ക, അവനെ റോസ്റ്റ് ആക്കി തിന്നാൻ നോക്ക. പേടിക്കണ്ട, നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ കൊടുക്കാം. ജന്തർ മന്തർ കാലികലന്തർ ചൂ. നെറ്റിൽ ചെന്ന് കുടുങ്ങി കിടക്ക്. മൈര, നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? സോറി ബേബി ഡ്രാഗൺ. എല്ലാം ശരിയായതിനു ശേഷം ഞാൻ നിന്നെ പുറത്തേക്ക് വിട്ടേക്കാം. മുത്തശ്ശ, ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഇതിനെ പഴയതുപോലെ മാറ്റുവോ? ബേബി ഡ്രാഗൺ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടോ? കണ്ടില്ലേ, അവൻ കണ്ണുകൾ കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മുത്തശ്ശ. ഇവനെ പഴയ പോലെ മാറ്റരുതേ. ബേബി ഡ്രാഗൺ, നീ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം ഫ്രീ ആയതിനു ശേഷം നീയും നോർമലായി മാറുന്നതായിരിക്കും. സോറി, കുറച്ചു സമയത്തേക്ക് നീ ഇങ്ങനെ ഇരുന്നേ പറ്റൂ.
ഇനിയിപ്പോ എന്ത് ചെയ്യും സിംസും? ലൈബ്രറിയും കേജിൽ കുടുങ്ങിയിരിക്കുക. മുത്തശ്ശനെയും കൂട്ടുകാരെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അകത്ത് പോയേ പറ്റൂ. അല്ല സർ, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? രുദ്ര, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേജ് മജീഷ്യൻ ലൈബ്രറിയെ കേജാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനാണ് ചെയ്തത്. എന്നെ കുറിച്ചുള്ള രഹസ്യം ഈ ലൈബ്രറിക്കകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ലൈബ്രറിനകത്തേക്ക് പോകാൻ പാടില്ല. രുദ്ര എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവർക്കകത്തേക്ക് പോകാൻ പറ്റില്ല. നിനക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അലാഗ സർ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രുദ്ര. രുദ്ര, സിംസും നിന്റെ കൂടെ ഉള്ളപ്പോ എന്തിനാ നീ പേടിക്കുന്നത്? വാവ് സിംസും, നല്ല ഐഡിയ ആണല്ലോ. ബിഗ് ഹോൾ ക്രിയേറ്റോ. എന്റെ ജയിലിനകത്ത് ഒരു തുരങ്കമോ? ചെല്ല് രുദ്ര, പക്ഷെ ഒരിക്കലും തിരിച്ചു വരാനാകില്ല. എന്റെ ജയിലിനകത്തേക്ക് പോകുന്നത് വളരെ ഈസിയാണ്, പക്ഷെ തിരിച്ചു വരുന്നത് നടക്കാത്ത കാര്യമാണ്. രുദ്രയെ അകത്തിട്ട് പൂട്ട. രുദ്ര, ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആദ്യം അകത്തേക്ക് പോവാം, പിന്നെ പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്താം. Watch India's largest kids library only on Jio Hotstar. Download the app now.